അന്യഗ്രഹ ജീവികളാണോ പിരമിഡ് ഉണ്ടാക്കിയത്? നമുക്ക് നോക്കാം. ലോകാത്ഭുതങ്ങളിലൊന്നായ പിരമിഡ് നിർമ്മാണത്തിനായി ഹൈഡ്രോളിക് മെഷീനുകൾ ഉപയോഗിച്ചുവെന്ന നിർണായക പഠനം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് അടിമകളെ ഉപയോഗിച്ച് വർഷങ്ങളെടുത്ത് നിർമ്മിച്ചവയാണ് ഈജിപ്തിലെ പിരമിഡുകൾ എന്നാണ് ഇതുവരെ കരുതിപ്പോന്നത്. അതിൽ വമ്പൻ ട്വിസ്റ്റാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അക്കാലത്ത് ഹൈഡ്രോളിക് മെഷീനുകൾ ഉപയോഗിച്ചു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന അറിവാണ്. പതിറ്റാണ്ടുകളായി പിരമിഡുകളെ കുറിച്ച് പല പഠനങ്ങളും നടന്നു വരുന്നുണ്ട്. സാഹസിക യാത്രികരും ചരിത്രാന്വേഷികളും പുരാതന കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന വിദഗ്ധർ പോലും അമാനുഷികമെന്നാണ് പിരമിഡ് നിർമ്മാണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഇതൊരിക്കലും മനുഷ്യസാധ്യമായ ഒന്നല്ല. ഒരുപക്ഷെ അന്യഗ്രഹ ജീവികൾ നിർമ്മിച്ചവയാകാം ഈജിപ്തിൽ കാണുന്ന പിരമിഡുകൾ എന്ന വാദം പോലും പലരും മുന്നോട്ട് വച്ചു. എന്നാൽ ഈ വാദങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന പഠന റിപ്പോർട്ടാണ് പ്ലോസ് 1 എന്ന ജേണൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭാരമുള്ള വസ്തുക്കൾ പരസ്പരം ബന്ധിപ്പിച്ച റാമ്പുകളും ലിവറുകളും ഉപയോഗിച്ച് ഉയർത്തിയിരുന്നിരിക്കാമെന്ന് നേരത്തെ ചില പഠനങ്ങൾ സൂചന നൽകിയിരുന്നു. ഹൈഡ്രോളിക് ലിഫ്റ്റ് സിസ്റ്റം പിരമിഡ് നിർമ്മാണത്തിൽ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പഠനം. ഫ്രാൻസിലെ CEE പാലിയോടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സേവിയർ ലാൻഡ്രു ആണ് പഠനത്തിന് പിന്നിൽ. സമീപപ്രദേശത്തെ കനാലുകളിൽ നിന്നുള്ള ജലം പിരമിഡ് നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്നാണ് ലാൻഡ്രു പഠനത്തിൽ പറയുന്നത്. കലപ്പത്തണ്ടു പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പിരമിഡിലേക്ക് ജലമെത്തിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ എന്നാണ് ലാൻഡ്രുവിന്റെ കണ്ടെത്തൽ. പുരാതന ഈജിപ്തുകാർ അവരുടെ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് പ്രശസ്തി ആർജിച്ചവരാണ്. ജലസേചനത്തിന് കനാലുകൾ അവർ ഉപയോഗപ്പെടുത്തി. കനാലുകളിലൂടെ ഭാരമുള്ള കല്ലുകളും മറ്റും കൊണ്ടുപോകുവാനും ഇവർക്ക് സാധിച്ചു. ഫറവോന്മാരുടെ ലോകം കണ്ട ഏറ്റവും മികച്ച നിർമ്മിതിക്ക് ജലചലന വിദ്യ ഉപയോഗപ്പെടുത്തി എന്നത് പുതിയ അറിവാണെന്ന് മാത്രമല്ല അതിസാഹസികമായ കണ്ടെത്തൽ കൂടിയാണ് എന്നാണ് ലാൻഡ്രുവും സംഘവും പഠനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഖാറയിലെ ജോസർ പിരമിഡ് കേന്ദ്രീകരിച്ചായിരുന്നു ലാൻഡ്രുവിന്റെ പഠനം. 13,183 സ്ക്വയർ മീറ്ററാണ് പിരമിഡിന്റെ വിസ്തൃതി. 62.5 മീറ്റർ പൊക്കമുള്ള പിരമിഡ് 4,500 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണെന്ന് കരുതി പോരുന്നു. മൂന്നാം രാജവംശമായ ഫറവോ ജോസറിന്റെ പേരിലാണ് പിരമിഡ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഇവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത്. പിരമിഡിന് സമീപത്തുള്ള ഗിസ്സർ എൽ മുദീർ എന്ന നിർമ്മിതിയെ ചൊല്ലിയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അനവധിയാണ്. ഗ്രേറ്റ് എൻക്ലോഷർ എന്ന പേരിലും അറിയപ്പെടുന്ന ഗിസ്സർ എൽ മുദീർ ഒരു ചെക്ക് ഡാം ആയിരുന്നുവെന്നാണ് ലാൻഡ്രുവിന്റെ പഠനത്തിൽ പറയുന്നത്. പല ബ്ലോക്കുകളായി തിരിച്ചാണ് ഇതിന്റെ നിർമ്മാണം. വെള്ളം എത്തിക്കുവാനും എക്കൽ അടിഞ്ഞുകൂടുവാനുമെല്ലാം സഹായിക്കുന്ന തരത്തിലായിരുന്നു ഇത് നിർമ്മിച്ചതെന്നും പഠനം സൂചിപ്പിക്കുന്നു. എങ്കിലും കൂടുതൽ വ്യക്തമായ പഠനങ്ങളും റിപ്പോർട്ടുകളും വേണ്ടതുണ്ടെന്നും പഠനത്തിന്റെ ഭാഗമായ ഗവേഷകരിൽ ഒരാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.